الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും കാത്തുസൂക്ഷിക്കണമെന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ കയ്യിൽ അമൂല്യമായ ഒരു വസ്തു, അത് ഒരു സുന്ദരമായ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അത് താഴെ വീണ് നഷ്ടപ്പെട്ടാൽ, അത് തകർന്നു പോയാൽ, നാം ഒരിക്കലും ആ വിലപിടിച്ച വസ്തുവിനെ പൊതിഞ്ഞുണ്ടാക്കിയ ആ വർണ്ണക്കടലാസിനെ പറ്റിയല്ല ആവലാതിപ്പെടാറുള്ളത്. ആ പൊട്ടിപ്പോയ അമൂല്യമായ നമ്മുടെ വസ്തുവിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചായിരിക്കും പിന്നീടുള്ള ചർച്ചകളും സങ്കടങ്ങളും വേവലാതികളും ഒക്കെ. സഹോദരങ്ങളെ, ഈ ഭൂമിയിലെ സകല വസ്തുക്കളുടെയും കേന്ദ്ര ബിന്ദു യഥാർത്ഥത്തിൽ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവന്റെ ചുറ്റുപാടുണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് ശേഷവും മുൻപുമൊക്കെ ചർച്ചയാകേണ്ടത് യഥാർത്ഥത്തിൽ മനുഷ്യനെ കുറിച്ചാണ്. എന്നാൽ നമ്മുടെ വർത്തമാനകാലത്ത് മനുഷ്യനെ ബാധിക്കുന്ന വ്യത്യസ്തങ്ങളായ ദുരന്തങ്ങളുണ്ട്. ആ ദുരന്തങ്ങളൊക്കെ ഓരോന്ന് കഴിഞ്ഞു പോകുമ്പോഴും അവിടെ മനുഷ്യനും അവന്റെ ഭാവിയും മാത്രം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ് ഒരു വസ്തുത. മഴക്കെടുതി ഉണ്ടാകും. അതിൽ മരിച്ചുപോയ ആളുകളെക്കുറിച്ചും അതിന്റെ കെടുതികളെക്കുറിച്ചുമൊക്കെ ചർച്ചയുണ്ടാകും. പക്ഷേ ആ മരിച്ച മനുഷ്യരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും അവർക്ക് ഇനി എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും യാതൊരുവിധ പഠനമോ ചർച്ചയോ ഇല്ല. വിമാനാപകടമുണ്ടായി, നൂറുകണക്കിന് മനുഷ്യർ മരിക്കുന്നു. വന്യജീവികളെ കൊണ്ട് ഓരോ പ്രദേശത്തും ആളുകൾ ആക്രമിക്കപ്പെടുന്നു, മരിക്കുന്നു. വിവിധങ്ങളായ ആക്സിഡന്റുകൾ ഉണ്ടാകുന്നു, അറ്റാക്ക് വരുന്നു, സ്ട്രോക്ക് വരുന്നു,
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. യുദ്ധത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് മനുഷ്യർ മരിക്കുന്നു. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോഴും എത്രയോ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് ഇനി എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നതിനെക്കുറിച്ച് വിവേകമുള്ള മനുഷ്യർ പോലും ഒന്ന് ചിന്തിക്കാനോ പഠിക്കാനോ തയ്യാറാകുന്നില്ല. യഥാർത്ഥത്തിൽ പെട്ടെന്ന് ഞെട്ടറ്റ് വീഴുമ്പോൾ, വലിയ ദുരന്തങ്ങൾ നമ്മെ അഭിമുഖീകരിക്കുമ്പോൾ ബാക്കിയാകുന്നവരുടെ ചിന്തകൾ ഉണരേണ്ടത് ഇത്ര നൈമിഷികമായി കടന്നു പോകുന്നതാണോ ഈ വിലപ്പെട്ട ഈ പ്രപഞ്ചത്തിലെ തന്നെ ഉത്കൃഷ്ടമായ ഒരു സൃഷ്ടിയായ എന്റെ ജീവൻ, എന്റെ ജീവിതം എന്ന് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെയാണ് മരണാനന്തരം ഒരു ജീവിതം ഉണ്ടോ എന്ന ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയുള്ളത്. പക്ഷേ ഏതൊരു മീഡിയ, ഏതൊരു വിദ്യാഭ്യാസമുള്ള മനുഷ്യനെടുത്ത് പരിശോധിച്ചാലും പലപ്പോഴും ഇങ്ങനെ ഒരു ചിന്തക്ക് ധൈര്യം കാണിക്കുന്നില്ല എന്നതാണ് വസ്തുത. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന ഏതൊരു ദുരന്തവും, ഏതൊരു പ്രതിസന്ധിയും അവന് സ്രഷ്ടാവിനെ മനസ്സിലാക്കുവാനും അവനിലേക്ക് മടങ്ങലിനെ കുറിച്ച് അവനെ ഓർമ്മപ്പെടുത്തുവാനുമാണ്. റഹ്മാനായ റബ്ബ് പറഞ്ഞു സൂറത്ത് സജദയിൽ, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. ഒരു മനുഷ്യനെ ഖിയാമത്ത് നാളിലെ ശിക്ഷ അനുഭവിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അവന് നാം ഓർമ്മപ്പെടുത്തും. എന്തിന്? അവനൊന്ന് തിരിച്ചു നടക്കുവാൻ വേണ്ടി. ദൂനൽ അദാബിൽ അക്ബർ, ഈ ദുനിയാവിൽ വെച്ച് ചില പരീക്ഷണങ്ങൾ, ചില ചെറിയ ശിക്ഷകൾ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ലഅല്ലഹും യർജിഊൻ. അവനൊന്ന് അവന്റെ രക്ഷിതാവിനെ കണ്ടെത്തി ഒന്ന് അല്ലാഹുവിലേക്ക് മടങ്ങിയെങ്കിലോ എന്നതാണ് ഈ ആയത്തിന്റെ താല്പര്യം. അതുകൊണ്ട് ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറുമ്പോഴും, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുമ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് മടങ്ങാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന ചിന്തയാണ് ഉണ്ടാവേണ്ടത്. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാം. കാരണം അത്ര അത്യത്ഭുതമായിക്കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ആ പ്രപഞ്ചത്തിൽ തന്നെ എല്ലാം മനസ്സിലാക്കാനും തിരിച്ചറിയുവാനും ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാട് ഉണ്ടാക്കുവാനും വിശേഷ ബുദ്ധി നൽകപ്പെട്ട മനുഷ്യൻ, അവനോട് റഹ്മാനായ റബ്ബ് പറയണം കുറച്ചൊരു പരിഹാസത്തോടു കൂടി, ഞാൻ ഒന്നാമത്തെ സൃഷ്ടിപ്പിൽ അല്ലാഹു ക്ഷീണിച്ചു പോയിട്ടില്ല എന്നാണ്. അപ്പോൾ ആദ്യ തവണ സൃഷ്ടിച്ചത് കൊണ്ട് നാം ക്ഷീണിച്ചു പോയോ എന്നുള്ള ചോദിക്കാൻ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയൊരു സൃഷ്ടിപ്പിനെ ഇനി ഉണ്ടാകും എന്നതിനെ കുറിച്ച് അവർ സംശയത്തിലാകുന്നു. എത്ര കൃത്യമാണ് അല്ലാഹുവിന്റെ ഈ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അത്ഭുതമായ സൃഷ്ടിപ്പോടു കൂടി ഇതിനേക്കാൾ അത്ഭുതമായ ഒരു സൃഷ്ടിപ്പിനെ അശക്തനല്ല. റഹ്മാനായ റബ്ബ് ക്ഷീണിതനല്ല. അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് അത്യത്ഭുതങ്ങളുടെ സ്വർഗരാജ്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യർ അഖിലവും അതിനെക്കുറിച്ച് സംശയത്തിലാണ് എന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, ഒട്ടും സംശയം വേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിലെ ഈ മനുഷ്യനെ ആരാണ് സൃഷ്ടിച്ചതെന്ന ചോദ്യത്തിന് സ്വയം ഒരു ഉത്തരം കണ്ടെത്തി നോക്കൂ. ആ സൃഷ്ടാവിന് അവന് ബോധ്യപ്പെടും. അത്ര സങ്കീർണവും അത്ര അത്ഭുതവും അത്രമാത്രം അവനെ അത്ഭുതപ്പെടുത്തി ഒരു ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുവാൻ ചിന്തകൾ കൊണ്ട് പ്രേരിപ്പിക്കുന്ന ഒരു അത്ഭുത സൃഷ്ടിയാണ് മനുഷ്യൻ. ആ സൃഷ്ടിപ്പിന്റെ ഉടമസ്ഥാവകാശം റഹ്മാനായ റബ്ബ് പറഞ്ഞു, വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സ,
അവന്റെ മനസ്സിന്റെ രഹസ്യമായ മന്ത്രണം പോലും, അവന്റെ മനസ്സ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പോലും റഹ്മാനായ റബ്ബ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ജീവനാഡിയേക്കാൾ കണ്ടനാഡിയേക്കാൾ അവനോട് ചേർന്ന് അവനോടൊപ്പമുള്ളവനാണ് അവന്റെ രക്ഷിതാവ് എന്ന് റഹ്മാനായ റബ്ബിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് നിഷേധിക്കാൻ ഒരു മനുഷ്യനും സാധ്യമാവുകയില്ല. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എല്ലാം അറിയാനും രേഖപ്പെടുത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹു മനുഷ്യനെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ്. ഇത് യതലഖൽ മുതലഖിയാൻ, അവൻ എത്ര സ്വകാര്യമായി അവന്റെ ജീവിതത്തിലെ എല്ലാവിധ കെട്ടുബന്ധങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ആരാരുമില്ലെന്നറിഞ്ഞുകൊണ്ട് ചിന്തിച്ചാൽ പോലും ഇത് യതലഖൽ മുതലഖിയാൻ അനിൽ യമീനി വ അനിൽ ശിമാലി ഖഈദ്, വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നുകൊണ്ട് രണ്ടുപേർ ഏറ്റുവാങ്ങുന്ന സന്ദർഭം എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അവൻ ഏതൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴും അവന്റെ അടുക്കൽ തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകർ ഉണ്ടാവാതിരിക്കുകയില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അവന്റെ വാക്കും അവന്റെ പ്രവൃത്തിയും അവന്റെ ചിന്തയും പൂർണ്ണമായി രേഖപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. എന്നിട്ടോ റഹ്മാനായ റബ്ബ് പറഞ്ഞു, നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കവാടമില്ലേ, അത് നിന്റെ മരണമാണ്. നീ രക്ഷപ്പെടണം, അതിൽ നിന്ന് എനിക്ക് സുരക്ഷിതരായണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്. നീ അതിനുവേണ്ടി പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ മരണമെന്ന ലഹരിയുണ്ടല്ലോ, മരണത്തിന്റെ ആ ലഹരിയുണ്ടല്ലോ, അതവൻ ആസ്വദിക്കുക തന്നെ ചെയ്യും. ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. വജാഅത്ത് സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ്, മരണവെപ്രാളം യാഥാർത്ഥ്യവും കൊണ്ടുവരുന്നതാണ്. അവന്റെ ജീവിതത്തിലെ മരണം എന്നത് ഒരു വെപ്രാളമായി, വേദനയായി, സഹിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമായി അവനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ദാലിക മാ കുൻതു മിൻ തഹീദ്, ഏതൊന്നിൽ നിന്നാണോ നിന്റെ മനസ്സും നിന്റെ ശരീരവും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മളെ മനസ്സിങ്ങനെ വിട്ടകലാൻ ആഗ്രഹിക്കാം, മരിക്കരുത്, ആ മരണം അടുത്തു വരരുത്, എനിക്ക് മരണമില്ലാതിരിക്കണമെന്ന് നീ എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ വജാഅത്ത് സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ്, യാഥാർത്ഥ്യം കൊണ്ട് നിന്റെ അടുത്തേക്ക് മരണം വന്നെത്തുക തന്നെ ചെയ്യും. എന്നിട്ടോ അതോടുകൂടി തീരോ? ഇല്ല. റഹ്മാനായ റബ്ബ് പറഞ്ഞു, വനുഫിഖ ഫിസ്സൂർ ദാലിക യൗമുൽ വഈദ്, കാഹളത്തിൽ ഊതപ്പെടുകയും അതാകുന്നു താക്കീതിന്റെ ദിവസം. അങ്ങനെ കാഹളത്തിൽ അത് ഊതപ്പെടുകയും ചെയ്യും. മാത്രമല്ല രണ്ടാമത് അല്ലാഹു പറഞ്ഞു, എഴുന്നേറ്റ് വരികയും ചെയ്യും. വജാഅത്ത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. ഞാനും നിങ്ങൾ എങ്ങനെ വരുന്നറിയാം? സ്വകാര്യമായി രഹസ്യമായി ഒറ്റയ്ക്കെന്ന് ചിന്തിച്ചവനെ അല്ലാഹു കൊണ്ടുവരുന്നത് വജാഅത്ത് കുല്ലു നഫ്സിൻ, എല്ലാ മനുഷ്യരും ആനയിക്കപ്പെടും. മഅഹാ സായിഖുൻ വശഹീദ്, അവന്റെ കൂടെ ആനയിക്കപ്പെടുന്നവനും ഒരു സാക്ഷിയും നാളെ റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്ക് അവനെ കൊണ്ടുവരാനുണ്ടാകും എന്നാണ്. ഒരാൾ പിടിച്ചു കൊണ്ടുവരാൻ, ഒരാൾ അവനെ സാക്ഷി പറയാൻ, അവന്റെ കർമ്മങ്ങളെ കുറിച്ച് പറയാൻ ഉണ്ടാകുമെന്ന് റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികളെ, ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള ഈ കാര്യം ഇതുവരെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഉത്ബോധനമാണ്. അതിനാൽ ചുറ്റുപാടും വലിയ പ്രതിസന്ധികൾ അല്ലാഹു നമുക്ക് നൽകുന്നത് നോക്കൂ നിങ്ങൾ. എന്നിട്ടും മനുഷ്യർ അശ്രദ്ധയിലാണ്, വല്ലാത്തൊരു അശ്രദ്ധയാണ്. അല്ലാഹു പറയാം, ഇതൊരു മുഖം മൂടിയാണ്, നീ ധരിച്ചിട്ടുള്ളൊരു മുഖം മൂടി. ആരും അറിയാതെ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നീ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള ഖിയാമത്ത് നാൾ ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു മുഖം മൂടി. അല്ലാഹു പറയാം, അത് വലിച്ചു കീറി നീ യാഥാർത്ഥ്യം കാണുന്ന ഒരു ദിവസമുണ്ട് എന്നാണ്. വിശ്വാസികളെ, വല്ലാത്ത വാക്കാണ് കേട്ടോ. സത്യനിഷേധിയോട് അല്ലാഹു പറയും, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഖിയാമത്ത് നാൾ വിചാരണയ്ക്ക് എഴുന്നേൽപ്പിച്ച് നിർത്തുമ്പോ ആ സത്യനിഷേധിയോട് അല്ലാഹു പറയും, തീർച്ചയായും നീ ഇതിനെപ്പറ്റിയാണ് അശ്രദ്ധവാനായിരുന്നത് എന്നാണ്. നമ്മളെ കുറിച്ചാണ്, ശ്രദ്ധിക്കാതെ പോയില്ലേ കാലം. അല്ലാഹു പറയാം, ഇതിനെക്കുറിച്ചാണ്, നീ ഇപ്പൊ കാണുന്ന ഈ യാഥാർത്ഥ്യത്തെയാണ് നീ അശ്രദ്ധമായി കടന്നു പോയത്. ഫകശഫ്നാ അൻക ഗിതാഅക, നിന്നിൽ നിന്ന് അല്ലാഹു പറയാം, നിന്നിൽ നിന്ന് ആ മൂടി നാം നീക്കം ചെയ്തിരിക്കുന്നു.
നീ ഇതുവരെ ഇങ്ങനെ മറച്ചു വെച്ച മൂടിണ്ടല്ലോ, അത് പോയി. ഇനി നീ കാണാൻ പോകണേ, അനുഭവിക്കാൻ പോവുകയാണ്. ഇന്നിന്റെ ദിനം മുതൽ നിന്റെ കാഴ്ച മൂർച്ചയുള്ളതാണ്. നീ കാണാത്ത കാഴ്ചകൾ കാണും, മലക്കിനെ കാണും, അള്ളാഹുവിനെ കാണും, വിചാരണ കാണും, സ്വർഗം കാണും, നരകം കാണും, നിന്റെ അമലുകൾ കാണും, നിന്റെ ബന്ധുക്കളെ കാണും, എല്ലാവരും നിന്റെ പ്രവർത്തനങ്ങളും കാണും. അന്ന് നിന്റെ ജീവിതത്തിൽ ഇതുവരെ നീ വ്യാമോഹിച്ചു നടന്ന മുഴുവൻ കാര്യങ്ങളും പച്ചയായി അനുഭവിക്കുന്നതായി നിനക്ക് അനുഭവപ്പെടുമെന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞു. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ. നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ് എന്നാണോ നിങ്ങളെ വിചാരം? വെറുതെ സൃഷ്ടിച്ചതാണോ? ഈ ഭൂമിയിൽ വന്നൊരു കച്ചവടക്കാരനായി, കൃഷിക്കാരനായി, ജോലിക്കാരനായി, കുടുംബം നോക്കി, ഭാര്യ മക്കളെ ഉണ്ടാക്കി, പേരക്കുട്ടികളെ വളർത്തി, അങ്ങനെ അങ്ങനെ ആയുസ് കടന്നുപോയി മണ്ണായി തീരാനാണോ? അബസ, വെറും ലക്ഷ്യബോധമില്ലാത്തവനാണോ നീ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നീ നമ്മിലേക്ക് മടക്കപ്പെടുന്നില്ല എന്നാണോ നീ വിചാരിക്കുന്നത്? സൂറത്ത് മുഅ്മിനൂനിൽ അല്ലാഹു പറഞ്ഞു, സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതുൻ, നിങ്ങൾ ഈ ജീവിതത്തിന് ശേഷം മരണമെന്ന കവാടം കടന്നു പോകും. സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസുൻ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. എത്ര കൃത്യമാണ് ജീവിതത്തിന്റെ വര, എത്ര കൃത്യമാണ് ജീവിതത്തിന്റെ യാത്രയുടെ ദൂരം. റഹ്മാനായ റബ്ബ് പറഞ്ഞു. പക്ഷേ അതൊന്ന് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനും, അതൊന്ന് മനസ്സിൽ വരച്ചിടാനും, ഒന്ന് ജീവിതത്തെ നോക്കിക്കാണാനും പലപ്പോഴും പിശാച് നമ്മെ അശ്രദ്ധമാക്കുന്നുണ്ട്. അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. വിശ്വാസികളെ, ആ ജീവിതത്തിന് വേണ്ടി നാം എന്ത് ഒരുക്കി വെച്ചു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് എനിക്കൊരുക്കി വെക്കാൻ സാധിച്ചിട്ടുള്ളത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാന്റെ വിളി എത്ര സുന്ദരമാണ് സഹോദരങ്ങളെ. ആ വിളി ഒന്ന് കേട്ടുകൂടെ? നാളെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി നീ എന്തൊരുക്കി വെച്ചിട്ടുണ്ട് എന്നൊന്ന് നോക്കിക്കൂടെ നിനക്ക്? വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് റഹ്മാനായ റബ്ബ് സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നല്ലാഹു. എന്താ ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കാര്യത്തിലെങ്കിലും പൂർണ്ണ ശ്രദ്ധ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പരലോകത്തെ പേടിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുങ്ങിയിട്ടില്ലെന്ന് തിരിച്ചറിയണം. നോക്കൂ നിങ്ങൾ, നാളെ ഒന്നാമതായി വിചാരണ കൊടുക്കുന്ന വിഷയമുണ്ട്. അതേതാ വിഷയം? അത് നമസ്കാരമാണ്. പരലോകത്തിന് വേണ്ടി ഒരുങ്ങിയോന്നല്ല ചോദ്യം. അല്ലാഹു പറയാ, നാളെ പരലോകത്ത് വിചാരണക്കെടുക്കുന്ന ഒന്നാമത്തെ അമൽ, ഇന്ന അവ്വല മാ യുഹാസിബുൻ നാസു ബിഹി യൗമൽ ഖിയാമ മിൻ അഅമാലിഹിം സ്വലാ. ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ ചെയ്ത പ്രവർത്തനങ്ങളിൽ ആദ്യമായി നാളെ അല്ലാഹു വിചാരണക്കെടുക്കുന്നത് അഅമാലിഹിം സ്വലാ, അവന്റെ നിസ്കാരത്തെ കുറിച്ചാണ്. ചില ചോദ്യങ്ങൾ ചോദിച്ചു നോക്കും മനസ്സിനോട്. 5 വക്ത് ഒരു ദിവസം തികച്ചു നിസ്കരിക്കുന്നുണ്ടോ? ഇനി 5 വക്ത് തികയുന്നുണ്ടെങ്കിൽ അത് സമയത്ത് നിർവഹിക്കുന്നുണ്ടോ? ഇനി സമയത്ത് നിർവഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്ന് ജീവിതത്തെ ക്രമീകരിച്ച് 5 നേരം ജമാഅത്തായി നിർവഹിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തണം. നമ്മൾ തിരക്ക് പറയാൻ പറ്റും നമുക്ക്, അല്ലെ? ഇതിനേക്കാൾ വലിയ ന്യായങ്ങൾ ഉണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്നു പ്രവാചകന്റെ കാലത്ത്, അല്ലെ? നമുക്കുള്ള തിരക്കെന്താ? നമ്മുടെ ജോലിയാണ്, നമ്മുടെ മഈശത്താണ്, അല്ലെ? അതല്ലേ ജമാഅത്ത് നിസ്കാരത്തിന് തടസ്സം? നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു അന്ധൻ കടന്നു വന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇന്നഹു ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇല സ്വലാ. അദ്ദേഹം പറയാം, പ്രവാചകരെ, എന്നെ നിസ്കാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഫസഅലഹു അൻ യുറഖിസ ലഹു അൻ യുസല്ലി ഫി ബൈതി. റസൂലേ, എനിക്കൊന്ന് വീട്ടിൽ നിസ്കരിക്കാൻ വല്ല റുഖ്സ, ഇളവും ഉണ്ടോ? റസൂലുള്ളാഹ് അന്ധനല്ലേ? ഉടൻ റസൂലുള്ളാഹി പറഞ്ഞു, ഫഅദിന ലഹു, അവന് അനുവാദം കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു അനുവാദം കൊടുത്തു. ഫലമ്മ വല്ല, പ്രവാചകനിൽ നിന്നിങ്ങനെ വടികുത്തി അദ്ദേഹം ഇങ്ങനെ നടന്നു പോയപ്പോ ദആ, പ്രവാചകൻ തിരിച്ചു വിളിച്ചു. വഖാല ലഹു അത്തസ്മഉ നിദാ ബിസ്സലാ, അല്ല, താങ്കൾ ബാങ്കിന്റെ ശബ്ദം കേൾക്കുമോ? നഅം, ഞാൻ കേൾക്കും. റസൂലുള്ളാഹി പറഞ്ഞു, ഫഅജിബ്,
നീ നിർബന്ധമായും അതിന് ഉത്തരം ചെയ്തിരിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. വിശ്വാസികളെ, അത്യാധുനിക സൗകര്യങ്ങളാണ് ഇന്ന് നമുക്കുള്ളത്. നമ്മുടെ ജമാഅത്ത് നമസ്കാരം എവിടെയാണ് നമ്മൾ ആലോചിക്കണം. ജമാഅത്തിന് വരാത്തവരുടെ വീട് കത്തിക്കുന്നതിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിന്തിച്ചത്. ഞാൻ ഇത്രയും പറഞ്ഞതിനറിയോ, ഒരൊറ്റ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ജീവിതത്തിൽ ഇതിനോടുള്ള നിലപാട് എന്താണ്? ഒരു ചെറിയൊരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയാൽ ജീവിതത്തിൽ സ്വർഗം നേടാൻ പറ്റും സഹോദരങ്ങളെ. അല്ലേ? നമുക്കൊക്കെ ഒരു റൊട്ടീനായ ജീവിതം ഉണ്ട് അല്ലെ. ചിലപ്പോ നമുക്ക് വർക്ക് ഷോപ്പ് ആയിരിക്കും, ചിലപ്പോ പച്ചക്കറി കടയായിരിക്കും, ചിലപ്പോ പലചരക്ക് പീടിയായിരിക്കും, ഫാൻസി ആയിരിക്കും, ചിലപ്പോ ഓഫീസിലായിരിക്കും അല്ലെ. അങ്ങനെ വിവിധങ്ങളായിരിക്കും നമ്മുടെ മഈശത്തിന്റെ മേഖല. പക്ഷേ നമ്മളൊരു പ്ലാൻ തയ്യാറാക്കിയാൽ ഈ 24 മണിക്കൂറിൽ 8 മണിക്കൂർ 10 മണിക്കൂർ ഞാൻ ദുനിയാവിന് അധ്വാനിക്കുന്നതിനിടയിൽ എനിക്കൊരു തൊട്ടടുത്ത പള്ളി ഒന്ന് ക്രമീകരിച്ചാൽ നമുക്ക് പറ്റും. ഒരു ക്ലിനിക്കിലെ ഡോക്ടർക്ക് പറ്റും സഹോദരങ്ങളെ. ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെയുള്ള ആളുകളുമായി ഒരു ചർച്ച ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ ജോലി അത്ര തിരക്ക് പിടിച്ചതാണെന്ന് വിചാരിക്കാം, അപ്പൊ അവിടേക്ക് എത്താൻ നമുക്ക് മേലധികാരികളിൽ നിന്ന് സമ്മതമല്ല എന്ന് വിചാരിക്കാം. എങ്കിലും നമ്മുടെ സഹപ്രവർത്തകരെ കൂട്ടി ഒന്നിച്ചൊന്ന് തീരുമാനമെടുത്താൽ ഒന്നിച്ചൊരു ജമാഅത്ത് നിസ്കരിച്ചൂടെ? പക്ഷെ പലപ്പോഴും നമ്മൾ എന്തറിയും അല്ലെ, നമ്മൾ ചെയ്യും. വിശ്വാസികളെ, നമ്മൾ ആരും നിസ്കാരത്തിൽ മുടക്കം വരുത്തണമല്ലോ. പക്ഷേ അള്ളാന്റെ റസൂൽ പറഞ്ഞു ഇത്തഖില്ലാ മസ്തതഅ്തും എന്നല്ലേ. ആ കഴിവും പടി അള്ളാനെ സൂക്ഷിക്കാൻ എന്റെ പരമാവധി ഇതാണ് എന്ന് പറയാൻ നമ്മൾക്ക് എത്ര പേർക്ക് പറ്റും? ഇല്ല. നമ്മളൊക്കെ കഴിഞ്ഞ് ചിലരൊക്കെ മഗ്രിബും ഇശാവും സ്ഥിരമായി വീട്ടിൽ നിസ്കരിക്കായിരിക്കും. ചില ഓഫീസ് വർക്കേഴ്സ് ഒക്കെ ജീവിതത്തിൽ പെൻഷൻ പറ്റുന്നത് വരെ ഒരു ജമാഅത്തും കിട്ടാത്തവരാണ്. എന്തിനാണ് സഹോദരങ്ങളെ? രണ്ടാം ഭാഗമായി ഇബാദത്തിനെ മാറ്റുന്നതിന് പകരം ഒന്നാം ഭാഗമാണ് ഇബാദത്തെന്നും അതാണ് ഈ യാത്രയുടെ തൊട്ടടുത്ത് എനിക്ക് വിചാരണക്ക് വരാനുള്ളത് എന്നും ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ചില പരിഷ്കരണങ്ങൾ ജീവിതത്തിൽ വരുത്താൻ പറ്റും. ചില ചിന്തകൾക്ക് മാറ്റാൻ പറ്റും. ചില തീരുമാനങ്ങൾ എടുത്താൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അള്ളാഹു അതിന് തൗഫീഖ് നൽകും. ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് ദുരിതങ്ങളും ദുരന്തങ്ങൾക്കും നടുവിൽ ജീവിക്കുമ്പോൾ നെടുനിശ്വാസത്തിനപ്പുറത്ത് ശാശ്വതമായൊരു സ്വർഗരാജ്യം ആഗ്രഹിക്കാനും റഹ്മാനെ എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുവാനുമുള്ള അർഹത നേടുക. അർഹതല്ലാത്തതിന്റെ ചോദ്യത്തിന് ഞാനും നിങ്ങളും വാക്കിന് വില വെക്കാറുണ്ടോ? പണിയെടുക്കാത്തൊരു കൂലി കൊടുക്കുവോ വൈകുന്നേരം? ഇല്ലല്ലോ സഹോദരങ്ങളെ, ഇല്ലല്ലോ. ഞാനും നിങ്ങളും ഒരു പണിക്കാരനെ വിളിച്ചിട്ട് വൈകുന്നേരം പണിയെടുത്തോനെ, ഒരു പണിയെടുക്കാത്തവന് കൂലി കൊടുക്കൂല. പണിയെടുത്തോനെ കൂലി കൊടുക്കുള്ളൂ. റഹ്മാനായ റബ്ബ് അതിനേക്കാൾ കണിശക്കാരനാണ്. അല്ല പറഞ്ഞതുപോലെ പണിയെടുത്തവനെ റഹ്മാനായ റബ്ബ് കൂലി കൊടുക്കും. അതുകൊണ്ട് കൂലി ലഭിക്കുമോ എനിക്ക് എന്ന് നമ്മൾ ചിന്തിക്കണം. വിശ്വാസികളാണെങ്കിൽ അതനുസരിച്ചുള്ള ജീവിതം നമ്മുടെ ജീവിതം കൊണ്ട് റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്കുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ അറിയാതെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്നൊരു തോന്നലും ഈമാനുമൊക്കെ ചോർന്നു പോകുന്നത്. ഇതൊക്കെ ആഗ്രഹങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെയാണ് ജീവിക്കേണ്ടത് എന്ന് തന്നെയാണ് അറിവ്. ആ ഈമാൻ ചോർന്നു പോകുന്നതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ അറിയണം. ഒന്ന്, ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള എത്ര ഓർമ്മിപ്പിച്ചാലും നമ്മുടെ മനസ്സിലൊരു നിസ്സംഗത വരും. നമ്മുടെ മനസ്സിൽ ഒരു നിസ്സംഗത. അല്ലാഹ് ഹറാമാക്കി എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി ഇബാദത്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും ഹറാമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അത് വേഷമാവാം, നമ്മുടെ സംസാരമാവാം, പെരുമാറ്റമാവാം, സമ്പാദ്യത്തിൽ എന്തെങ്കിലും ഹറാമായിരിക്കാം, സ്വഭാവ ദൂഷ്യങ്ങളായി ചെറുതല്ലേ നമ്മൾ വിചാരിക്കാം. പക്ഷേ അത് നമ്മുടെ സമ്പൂർണമായ നാശത്തിലേക്കാണ് അത് എത്തിക്കുക എന്ന് നമ്മൾ അറിയണം. രണ്ടാമത്, ഉത്ബോധനത്തോടൊരു വിമുഖത ഉണ്ടാവും. വയല് കേൾക്കുക എന്ന് പറയുന്നത് ഏറ്റവും അസ്വസ്ഥമായ ഒരു സാഹചര്യം ഉണ്ടാവും. ജുമഅക്ക് പോലും ഇത് നിർബന്ധമാണല്ലോ. ഇതുപോലും വന്നാൽ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ഒരു മനസ്സ് ഉണ്ടാവില്ല. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്താ നിങ്ങളെ,
ഈമാൻ ചോർന്നു പോവുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ അസ്വസ്ഥമാകും. രോഗം വരും, ചിലപ്പോ പട്ടിണി വരും, ചിലപ്പോ മക്കൾ പ്രയാസത്തിലാകും, ചിലപ്പോ നമുക്ക് തന്നെ താങ്ങാൻ പറ്റാത്ത വല്ല വിഷയങ്ങൾ ഉണ്ടാവും. അപ്പോ നമ്മൾ അസ്വസ്ഥമാകും. ഈ 3 ദുർഗുണങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും വിശ്വാസത്തിന്റെ നനവ്, വിശ്വാസത്തിന്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. നോക്കൂ നിങ്ങൾ, ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ. അല്ലാഹു പരിചയപ്പെടുത്തുക ആരാണ് സത്യവിശ്വാസികൾ. ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ വജ്ലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു ഉറക്കും. മരിക്കും, മരണാനന്തരം ഉണ്ട് എന്ന് ഒരു ബേജാറുണ്ടാവും, നിസ്സംഗത ഉണ്ടാവില്ല എന്നർത്ഥം. നമുക്കിതൊക്കെ കേൾക്കുമ്പോ ഒരു വച്ചല്ലേ, ആ നിസ്സംഗ ഭാവം ഉണ്ടാവില്ല എന്നാണ് സത്യവിശ്വാസികൾ. വഇദാ തുലിയത്ത് അലൈഹിം, അവർക്ക് ഖുർആനും ഹദീസും ഓതി പറഞ്ഞു കൊടുത്താൽ സാദത്തുഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യുക. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസോ പ്രതിസന്ധിയോ വന്നാൽ ചെയ്യേണ്ടത് ചെയ്ത് നിർഭയമായി അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരായിരിക്കും എന്ന് ആരാണ് മുഅ്മിൻ എന്ന ചോദ്യത്തിന് അള്ളാഹു മറുപടി പറയുന്നുണ്ട്. ഇനി അവരുടെ ജീവിതത്തെക്കുറിച്ചും തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയാം, അല്ലദീന യുഖീമുന സ്വലാ, അവർ നമസ്കാരത്തിൽ ചിട്ടയുള്ളവർ ആയിരിക്കും. നിസ്കരിക്കുന്നവർന്നല്ല, സമയബന്ധിതമായി ജമാഅത്തായി കൃത്യമായി നിസ്കരിക്കുന്നവർ ആയിരിക്കും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് അല്ലാഹു കൊടുത്ത സ്വത്തിൽ നിന്ന് സകാത്തായും സ്വതക്കയായും മനസ്സറിഞ്ഞ് അള്ളാഹുവിന്റെ കൂലിക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുകയും ചെയ്യുന്നവരായിരിക്കും. അല്ലാഹു എന്നിട്ട് ഒന്നുകൂടി സർട്ടിഫൈ ചെയ്തു, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവർ തന്നെയാണ് യഥാർത്ഥ വിശ്വാസികൾ. വിശ്വാസികൾ എന്നല്ല, ഹഖ്ഖൻ, യഥാർത്ഥ വിശ്വാസികൾ അവർ തന്നെയാണ്. അവർക്ക് എന്താണുള്ളത്? ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ അടുത്ത് അവർക്ക് പല പദവികൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. വമഗ്ഫിറത്തുൻ, നാളെ പാപമോചനമുണ്ട്. വരിസ്ഖുൻ കരീം, ഉപജീവനമാർഗം, സ്വർഗരാജ്യത്തെ ഏറ്റവും സുന്ദരമായ ഉപജീവനവും അവർക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. വിശ്വാസികളെ, അല്ലാഹു നമുക്ക് നേർക്ക് നേരെ നീ ഇങ്ങനെയാവണം എന്ന് പറയുമ്പോ അങ്ങനെ തന്നെ ആവണ്ടേ നമ്മൾ? അങ്ങനെ ആവാൻ കഴിയാത്തത് നമ്മുടെ ചില പ്രതിസന്ധികളാണെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ഞാൻ അല്ലാഹ് പറഞ്ഞ മുഅ്മിനാകാൻ പരിശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ജീവിതത്തിൽ വല്ലാത്തൊരു സൗന്ദര്യമുണ്ടാകും, ഒരു വല്ലാത്ത ആനന്ദമുണ്ടാകും, വല്ലാത്തൊരു കുളിർമയുണ്ടാകും. അങ്ങനെ ഈമാനുള്ള കുളിർമ ലഭിക്കുന്ന ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്ന, വിശ്വാസത്തിൽ സന്തോഷം കണ്ടെത്തുന്ന മുഅ്മിനുകളായി മാറാൻ നാം പരിശ്രമിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഈമാനുള്ളവരായി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനീ കൽപ്പനകൾ ശരിയാവണ്ണം ഉൾക്കൊണ്ടുകൊണ്ടും ആനന്ദത്തോടു കൂടിയും അനുഷ്ഠിക്കുവാനും ജീവിതത്തിൽ മാതൃകയായി ജീവിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രോഗങ്ങളും പ്രതിസന്ധികളും കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാതെ നമ്മെയും നമ്മുടെ നാടിനെയും ലോകത്തെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.